വാർത്തകൾ വരുന്നുണ്ട്. ആദ്യം നമുക്ക് ശരണിന്റെ വാർത്തയിലേക്ക് ഒന്ന് പോകാം. എറണാകുളത്ത് നിന്നും ശരൺ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. കൊച്ചിയിൽ CPOയെ കോൺസ്റ്റബിളിനെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയ കേസിൽ SIക്കെതിരെ നടപടി വന്നിരിക്കുന്നു. SIയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഒരു സ്പായിൽ പോയി ഈ CPO പോയതിനു ശേഷം അവിടുന്ന് സ്വർണ്ണമാല കട്ടെടുത്തു എന്ന സ്പാമിലെ ജീവനക്കാരിയുടെ പരാതി അത് വ്യാജമാണെന്ന് തെളിഞ്ഞു. അതിന് കൂട്ടുനിന്ന SI 4 ലക്ഷം രൂപ തട്ടി എന്നുള്ളതായിരുന്നു കേസ്. സ്വന്തം വകുപ്പിലെ സ്വന്തം കീഴ് ജീവനക്കാരനെ CPOയെ തട്ടിപ്പ് നടത്തിയ SIക്കെതിരെ നടപടി വന്നിരിക്കുന്നു. സസ്പെൻഷൻ. ശരണുണ്ട്. ശരൺ, ഇപ്പോൾ ഈ SI ബൈജു ഒളിവിലാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? കാരണം മൊത്തം പോലീസ് സേനയ്ക്ക് തന്നെ, പ്രത്യേകിച്ച് ആ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർക്കെല്ലാം അപമാനമായ ഒരു കേസാണ്. അതിൽ പ്രത്യേകിച്ച് SIയുടെ നടപടി ഒരു സ്പാമിലെ ജീവനക്കാരിക്കൊപ്പം ചേർന്ന് സ്വന്തം കൂടെ നടന്ന അതേ യൂണിഫോം ഇട്ട ജീവനക്കാരനെ പറ്റിച്ചു എന്നതാണ് ബൈജുവിനെതിരെയുള്ള കേസ്. നടപടി ഏത് ഘട്ടത്തിലെത്തി? ഈ ബൈജുവിനെ തിരയുന്നുണ്ടോ പോലീസ് ഇപ്പോൾ? അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. എന്തായാലും പോലീസ് സേനയ്ക്ക് ആകെ തന്നെ നാണക്കേടാവുന്നതാണ് ഇയാളുടെ നടപടി. കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച ഒരു പരാതി വരുന്നത്. പ്രധാനമായും AR ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥനാണ് തട്ടിപ്പിന് ഇരയായിരുന്നത്. ഇയാൾ ബോഡി മസാജിങ്ങിനായി സ്പായിലേക്ക് പോയിരുന്നു. അതിനുശേഷം തിരികെ എത്തിയപ്പോൾ അവിടുത്തെ ജീവനക്കാരി ഒരു പരാതി ഉന്നയിക്കുന്നു. തന്റെ മാല നഷ്ടമായെന്നുള്ളായിരുന്നു പരാതി. ഈ മാല നഷ്ടമായെന്നുള്ള പരാതി പറഞ്ഞുകൊണ്ടാണ് ഇയാളെ ഭീഷണിപ്പെടുത്തിയിരുന്നത്. പ്രധാനമായും SI അടക്കമുള്ളവർ ഇയാളോട് പറഞ്ഞിരുന്നത് സ്പായിൽ പോയ വിവരം ഭാര്യയെ അറിയിക്കുമെന്നുള്ളതാണ്. അങ്ങനെ 4 ലക്ഷം രൂപ തട്ടിയെടുത്തിരുന്നു. അതിൽ 2 ലക്ഷം രൂപ ഈ SI ആയ KK ബൈജു സ്വന്തമാക്കി, അല്ലെങ്കിൽ അയാൾക്ക് ലഭിച്ചു എന്നുള്ള കണ്ടെത്തലിലേക്ക് കൂടിയാണ് പോലീസ് എത്തിച്ചേർന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒന്നാം പ്രതിയാക്കി KK ബൈജുവിനെ ഒന്നാം പ്രതിയാക്കി കേസെടുത്തിരുന്നത്. ഇതിന് പുറമെ തന്നെ വകുപ്പ് തല അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ എറണാകുളം ACP കൈമാറിയിരിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷണർ ഇയാളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇയാളിപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒളിവിലാണെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എവിടെയാണെന്നുള്ളത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും വൈകാതെ തന്നെ ഇയാളെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ കൂടിയാണ് പോലീസ് ഉള്ളത്. സ്വാഭാവികമായിട്ടും ഇയാളുടെ മുൻകാല ചരിത്രം, അതായത് ഇയാൾക്ക് മുൻപും സമാനമായി ഇത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ പോലീസ് വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഈ ബൈജു മുഖ്യമന്ത്രി പറഞ്ഞ ലിസ്റ്റിൽ പെടുമോ എന്നുള്ളതിൽ സംശയമുണ്ട്. സ്വന്തം സഹപ്രവർത്തകനെ, യൂണിഫോം ഇട്ട സഹപ്രവർത്തകനെയാണ് പുള്ളി പറ്റിച്ചത്. സ്പായിൽ മസാജിന് പോയതാണ് പാവം CPO. ആ പോലീസുകാരനെയാണ് ഈ SIയും ആ സ്പായിലെ ജീവനക്കാരെയും ചേർന്ന് പറ്റിച്ചത്. വലിയ മോശമായിപ്പോയി. എന്തായാലും ബൈജുവിനെതിരെ ഇപ്പോൾ അന്വേഷണമുണ്ട്. സസ്പെൻഷനായി കഴിഞ്ഞിരിക്കുന്നു ബൈജു എന്നുള്ളതാണ്. സ്വന്തം കൂടപ്പറപ്പിനെയും യൂണിഫോം ഇട്ട സഹപ്രവർത്തകനെയൊക്കെ എങ്ങനെ പറ്റിക്കാൻ മനസ്സ് വരുന്നു? അത് പാവപ്പെട്ട CPO എങ്ങനെയെങ്കിലും ജീവിച്ചു പോക്കോട്ടെ എന്നുള്ളതിൽ ഭാര്യ അറിയും കുടുംബം അറിയും എന്നൊക്കെ പറഞ്ഞ് സ്പായിലല്ലേ പോയത്, വേറെ എങ്ങുമല്ലല്ലോ.